ഒരു ദിവസം മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. എന്നാൽ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമോ? അധികമാരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കുണ്ട്, മരണം. അതുപോലെ മിക്ക മനുഷ്യരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മറ്റൊരു വാക്കുകൂടിയുണ്ട്, നരകം. അത്രയ്ക്ക് മരണത്തെയും നരകത്തെയും മനുഷ്യർ ഭയപ്പെടുന്നു. മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കുവാനാണ് എല്ലാ മനുഷ്യർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുവാൻ ആർക്കും താല്പര്യമില്ല. അക്കാര്യമോർത്ത് എന്തിന് ഇപ്പോഴേ ആദി പിടിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത്. മരിച്ചവർ ആരും തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്ന് മറ്റൊരു കൂട്ടർ. എന്നാൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാകുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നു. തീർച്ചയായും ഒരിക്കൽ മരിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. എന്നാൽ മരണം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുമോ? തീർച്ചയായും ഇല്ല. ഈ ജീവിതകാലത്ത് ഓരോരുത്തരും പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമായ സകല കാര്യങ്ങൾക്കും കണക്ക് കൊടുക്കുവാൻ, സമാധാനം ബോധിപ്പിക്കുവാൻ എല്ലാ മനുഷ്യരും ഒരു നാൾ ശരീരത്തോടു കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്നത് തികച്ചും സത്യമാണ്. ആ ദിവസം ക്രിസ്തുവിന്റെ മുമ്പാകെ താൻ ഈ ജീവിതത്തിൽ ചെയ്ത സകല പ്രവൃത്തികൾക്കും സമാധാനം ബോധിപ്പിക്കുവാൻ തക്ക ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യൻ പോലും ഭൂമിയിലില്ല. അതെ, താൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്. യാതൊരു പരിശീലനവും കൂടാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമാണ് പാപം. തീർച്ചയായും പാപം ചെയ്യുക എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. തെറ്റ്, കുറ്റം, ബലഹീനത, അറിവില്ലായ്മ എന്നൊക്കെ എന്തെല്ലാം ഓമന പേരിട്ട് വിളിച്ചാലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ പാപമെന്നാണ് വിളിക്കപ്പെടുന്നത്. തങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ലഭിക്കാത്തിടത്തോളം ദൈവത്തെ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വരുവാനിരിക്കുന്ന ന്യായവിധി ദിനത്തിൽ ഓരോ മനുഷ്യരെയും കാത്തിരിക്കുന്നത് ഭയാനകമായ ശിക്ഷാവിധിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ജയിൽ ശിക്ഷയും മറ്റും നൽകുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നരകം. നരകത്തെക്കുറിച്ച് മനുഷ്യനല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ധകാരം നിറഞ്ഞ സ്ഥലം, കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലം, കരച്ചിലും പല്ലുകടിയുമുള്ള ഇടം, യാതന അനുഭവിക്കുന്ന സ്ഥലം, യാതൊരു സ്വസ്ഥതയും ലഭിക്കാത്ത സ്ഥലം, ഇങ്ങനെയെല്ലാം താൻ നരകത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാപത്തിന്റെ ശമ്പളം നരകം മാത്രമാണ്. സാധാരണ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും നരകത്തിൽ തന്നെ അവസാനിക്കും എന്നത് തീർച്ചയാണ്. നരകത്തെ ഗൗരവമായി കാണാതെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും മരണവഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗ നരകങ്ങൾ ഈ ഭൂമിയിൽ തന്നെയാണെന്നും മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്നും സ്നേഹവാനായ ദൈവം ഒരു മനുഷ്യനെ പോലും നരകത്തിൽ തള്ളാൻ ഇടയില്ല എന്നുമൊക്കെ വിശ്വസിച്ച് അനേകർ തങ്ങളെ തന്നെ ചതിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ പ്രിയ സഹോദര, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് താങ്കൾ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾക്കൊരു സദ്വാർത്തയുണ്ട്. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിക്കുക വഴി താങ്കൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. നരകശിക്ഷ ഒഴിഞ്ഞു പോകുവാൻ സ്നേഹവാനായ ദൈവം എല്ലാ മനുഷ്യർക്കുമായി ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. സകല മാനവരാശിയെയും നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, അവർക്ക് നിത്യജീവൻ കൊടുക്കാൻ സ്നേഹവാനായ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് പകരക്കാരനായി താൻ ഏറ്റുവാങ്ങി നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു, പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം താങ്കളുടെ പാപങ്ങൾക്ക് പകരമായിരുന്നുവെന്ന് അംഗീകരിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ച് അവനെ താങ്കളുടെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുവാൻ സാധിക്കുമോ? എങ്കിൽ രക്ഷിക്കപ്പെടുവാൻ താങ്കൾക്കും സാധിക്കും, നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തുവിലൂടെ ദൈവം മാനവരാശിക്ക് ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ വ്യക്തിപരമായി ഏറ്റെടുത്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ താങ്കൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.